ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യവേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം വിവാഹ ജീവിതം നയിക്കുന്നവരും വിവാഹ മോചനം തേടുവാൻ ആഗ്രഹിക്കുന്നവരും ഒരുപോലെ വായിച്ചിരിക്കേണ്ട ഒരു വേദഭാഗമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം വളരെ ശ്രദ്ധേയമാണ്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 27-ാമത്തെ വാക്യം ഒരു ചോദ്യമാണ്. അത് സമൂഹത്തിനോടുള്ള ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഇപ്രകാരമാണ്: നീ വിവാഹിതനാണോ? വിവാഹിതനാണെങ്കിൽ വിവാഹമോചനം അന്വേഷിക്കരുത്. അപ്പം ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് കാലികമായി ചിന്തിക്കുവാൻ കാരണമുണ്ട്. കേരള സംസ്ഥാനത്ത് ഒരു വർഷം രജിസ്റ്റർ ചെയ്യുന്നത് 1,10,000 വിവാഹമെന്നാണ് സർക്കാരിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. ഒരു വർഷം വിവാഹമോചനം തേടി കുടുംബ കോടതിയിലെത്തുന്നത് 30,000 കേസുകളാണെന്നും പുതിയ കണക്കുകൾ വെളിപ്പെടുത്തുകയാണ്. ഇത് പ്രബുദ്ധ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, അക്ഷര കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമാണ്, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ്. അപ്പോൾ കേസിലേക്ക് പോകാതെ വക്കീൽ നോട്ടീസ് അയച്ച് പരസ്പരം പിരിഞ്ഞു കഴിയുന്നവരുടെ എണ്ണവും ദിനംപ്രതി ക്രമാതീതമായി കൂടി, അതും ഒരു വർഷത്തിൽ 30,000-ത്തിലധികമായി വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ സാക്ഷര കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിൽ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഏറി വരുന്നു. അതിൻ്റെ കാരണം മതപ്രസംഗത്തിൻ്റെ കുറവ് കൊണ്ടല്ല, ക്ഷേത്രങ്ങളിൽ പൂജാതി കർമാദികൾ നടക്കുമ്പോൾ ആ കർമാദികളിൽ ദമ്പതിമാർ പങ്കെടുക്കാത്തത് കൊണ്ടല്ല, പള്ളികളിൽ ആരാധനയിലും ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാന പ്രസംഗത്തിലുമൊക്കെ ദമ്പതിമാർ പങ്കെടുക്കാത്തത് കൊണ്ടല്ല. പിന്നെ എവിടെയാണ് ഇതിൻ്റെ തകരാറെന്ന് ഞാനും നിങ്ങളും ചേർന്ന് കണ്ട് പിടിക്കേണ്ടിയിരിക്കുന്നു. ലോക പ്രശസ്ത എഴുത്തുകാരിയും പ്രാസംഗികയും സാമൂഹിക പ്രവർത്തകയുമായിരുന്നു 2 കണ്ണിനും കാഴ്ചയില്ലാതിരുന്ന ഹെലൻ കെല്ലർ. ഹെലൻ കെല്ലർ ഒരിക്കൽ പറയുകയുണ്ടായി, ലോകത്തിൽ മനോഹരങ്ങളായ കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യന് കണ്ണോ കാതോ കയ്യോ കാലോ ഒന്നും വേണമെന്നില്ല, ഒരു ഹൃദയം മാത്രം മതിയെന്ന്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ മറന്നു പോകുന്നവർക്കിടയിലാണ് മധുര മാനസ ബന്ധങ്ങൾ അറ്റുപോകുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയട്ടെ, ഹൃദയത്തിൻ്റെ ഭാഷ മറന്നു പോകുന്നവർക്കിടയിലാണ് മധുര മാനസ ബന്ധങ്ങൾ അറ്റ് പോകുന്നത്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷ വിസ്മരിക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ, ഊഷ്മളമായിരുന്ന ദാമ്പത്യ ജീവിതം ഊഷര ഭൂമിയായിട്ട് മാറുവാൻ കാരണമായത്. അപ്പോൾ കുടുംബ ബന്ധങ്ങൾ ശിഥിലങ്ങളായി തീരുന്നതിൻ്റെ കാരണവും മറ്റൊന്നല്ല, പുതിയ തലമുറയ്ക്ക് ഹൃദയത്തിൻ്റെ ഭാഷ എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിലൂടെ അപ്പോസ്തലൻ പറയുകയാണ്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യ ധർമ്മം ചെയ്യട്ടെ. അപ്പോൾ ദാമ്പത്യ ധർമ്മം എന്ന വാക്കിൻ്റെ അർത്ഥം ഗ്രഹിക്കുവാൻ കഴിയാത്ത പുതിയ തലമുറയിലെ ദമ്പതിമാർ വിവാഹത്തിന് ശേഷം ഒരു
വർഷം പോലും തികയുന്നതിന് മുമ്പ് വേർപിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയമായ കാഴ്ചയാണ് ഈ കേരളീയ സമൂഹത്തിൽ, നമ്മുടെ സഭാ ജീവിതത്തിൽ കാണുവാൻ ഇടയാകുന്നത്. അപ്പോൾ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലൂടെ പൗലോസ്ലീഹ പറയുകയാണ്, ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും ദാമ്പത്യ ധർമ്മം ചെയ്യട്ടെ. അപ്പോൾ ദാമ്പത്യ ധർമ്മം അനുഷ്ഠിച്ച് ഒന്നിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷ അറിഞ്ഞിരിക്കണം. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നിരുപമമായ സ്നേഹമാണ്. അപ്പോൾ ഹൃദയത്തിൻ്റെ ഭാഷയായ നിരുപമ സ്നേഹത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ്ലീഹ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയിൽ ഭാര്യ എന്ന് പറയുന്ന ഒരാശയം മാറിക്കഴിഞ്ഞു. ഭർത്താവ് എന്ന് പറയുന്ന ആശയത്തിന് മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. സർക്കാരിൻ്റെ എല്ലാ രേഖകളിലും ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന പദത്തിന് പകരം ജീവിത പങ്കാളി എന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ജീവിത പങ്കാളി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഈക്വൽ സ്റ്റാറ്റസ് ആണ് വരുന്നത്. അപ്പോൾ ഭാര്യ എന്ന് പറയുന്നത്, ഭർത്താവ് എന്ന് പറയുന്നത് പാർട്ട്ണറാണ്. പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആന്തരികമായ അർത്ഥം 2 പേർക്കും തുല്യ അവകാശമാണ് ദാമ്പത്യ ജീവിതത്തിൽ കൈവരുന്നത്. അപ്പോൾ ജീവിത പങ്കാളി തുല്യ അവകാശത്തിന് അർഹയാണെന്ന് മനസ്സിലാക്കാൻ പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ വിവാഹമോചനം തേടി പോകുന്നവർക്ക് സാധ്യമാകണമെങ്കിൽ ഹൃദയത്തിൻ്റെ ഭാഷ അവരറിഞ്ഞിരിക്കണം. ഹൃദയത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നിരുപമ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ വർണ്ണനയാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ്ലീഹ വർണ്ണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരു വർഷം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കേരള സംസ്ഥാനത്ത് 1,10,000 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നുവെന്ന് കണക്കുകൾ പറയുമ്പോൾ അത് ജാതി മത സമുദായങ്ങൾ എല്ലാം ഉൾപ്പെട്ടതാണ് 1,10,000 വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിൽ ജാതിയുടെയും മതത്തിൻ്റെയും വേർതിരിവില്ലാതെ ഏകദേശം 30,000 വിവാഹമോചന കേസുകൾ ഒരു വർഷം കുടുംബ കോടതിയിൽ എത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ ആരാധനകൾ, നമ്മുടെ സുവിശേഷ പ്രസംഗങ്ങൾ, നമ്മുടെ ജീവിത ശൈലി, പുതിയ തലമുറയുടെ ജീവിത വീക്ഷണം, ഇതൊക്കെ സമഗ്രമായി പഠിച്ച് അനിവാര്യമായ മാറ്റം കാലത്തിനനുസൃതമായി എടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. അപ്പോൾ കുടുംബ ജീവിതമെന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സ്വർഗമാണ്. ആ സ്വർഗീയമായ ജീവിതത്തെ നരകമാക്കാതെ ജീവിക്കണമെന്നുള്ള വലിയ സന്ദേശമാണ് അപ്പോസ്തലനായ പൗലോസ്ലീഹ ഒരു ചോദ്യത്തിലൂടെ ഉന്നയിച്ചത്. നീ വിവാഹിതനോ? എങ്കിൽ വിവാഹമോചനം അന്വേഷിക്കരുത്. അപ്പോൾ വിവാഹമോചനം എന്ന് പറയുന്നത് സാമൂഹിക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പാപമാണ്. അപകടകരമായ ആപൽക്കരമായ ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കി വിട്ടുവീഴ്ചകൾ ചെയ്ത് പരസ്പരം ക്ഷമിച്ചും മറന്നും പുറത്തും ഒന്നിച്ച് ജീവിക്കാനുള്ള ഒരു താല്പര്യം, ഒരു മാനസികമായ അവസ്ഥ പുതിയ തലമുറയ്ക്ക്, പ്രത്യേകിച്ച് വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, വിവാഹ ജീവിതം നയിക്കുന്നവർക്ക്,
വിവാഹ മോചനം തേടുന്നവർക്ക് കാലികമായിട്ട് ഉണ്ടാകട്ടെ. ആയതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.